പന്തളത്തുകാർക്ക് പ്രതീക്ഷയുടെ നാളുകളാണ്. മഴക്കാലമാണ്, കൃഷിനാശമുണ്ട്, പഞ്ഞക്കാലമാണ്. ഇതൊക്കെ നേരെ തന്നെ. എന്നാൽ വിവിധ ദേശങ്ങളിൽ നിന്ന് നാടിനു വേണ്ടി അയ്യപ്പനോടൊപ്പം പൊരുതാനായി നടന്നു നീങ്ങുന്ന പടയാളികൾ അവരിൽ ആവേശം തീർത്തു. ആർക്കും ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുതെന്ന് പന്തളത്തുകാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദേശവാസികൾ പാതയോരത്ത് ചുമടുതാങ്ങികളും താൽക്കാലിക സത്രങ്ങളും നിർമ്മിച്ചു. തമ്പുരാൻ കൽപ്പിച്ച് നിർമ്മിച്ച ഊട്ടുപുരകളിലേക്ക് വിവിധയിനം കായ്കനികളെത്തി. വലിയ വാർപ്പുകളിൽ വെള്ളം തിളപ്പിച്ച് അരിയിട്ട് അതിലേക്ക് വൻപയറും ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ അരിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു പ്രത്യേകതരം കഞ്ഞി ഉണ്ടാക്കി നാട്ടുകാർ പടയാളികൾക്ക് നൽകി. അയ്യപ്പനുള്ള കഞ്ഞി വീഴ്ത്ത്. പടയാളികൾ ആ കഞ്ഞി ആസ്വദിച്ച് കഴിച്ചു. ഭടന്മാരുടെ കുതിരകളെ കുളിപ്പിക്കുന്ന ജോലിയൊക്കെ നാട്ടുകാർ ഏറ്റെടുത്തു. ആലങ്ങാട്ട് സംഘത്തോടൊപ്പം 15 ആനകളും ഉണ്ടായിരുന്നു. സാധനങ്ങൾ ചുമക്കാനും കാട്ടിലെ യാത്രയ്ക്കും ആനകളെ ആവശ്യം വരും. ആനകൾക്ക് പഴവും ശർക്കരയും കൊടുക്കാൻ കുട്ടികൾ മത്സരിച്ചു. തങ്ങളെ കൊണ്ടാവും പോലെ പന്തളം ദേശത്തെ തമ്പുരാനെയും നാടിനു വേണ്ടി പൊരുതുന്ന അയ്യപ്പനെയും സഹായിക്കാൻ അവർ ശ്രമിച്ചു. ചീരപ്പൻചിറയിലെ പൂങ്കുടിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. കളരിത്തൊടിയിൽ നിന്നും യാത്ര തിരിച്ചിട്ട് 2 ദിവസമായി. അയ്യപ്പൻ്റെ ദൂതൻ വന്ന പാടെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇറങ്ങിയതാണ്. അച്ഛൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടു. തൻ്റെ തീരുമാനം കരിമലക്കോട്ടയേക്കാൾ ഉറച്ചതാണെന്ന് അച്ഛനറിയാം. അയ്യപ്പൻ്റെ കൂടെയാണല്ലോ എന്ന വിശ്വാസവും അതിൻ്റെ ആശ്വാസവും അച്ഛൻ്റെ ഉള്ളിൽ കാണും. അയ്യപ്പന് ചീരപ്പൻചിറയിലെ കളരിയിലേക്ക് പ്രവേശനം നിഷേധിച്ചതിൽ അച്ഛന് ഇന്നും വിഷമമുണ്ട്. പിന്നീട് അവനെ ചേർത്ത് പിടിച്ചതിൽ സമാധാനവും. ആലുവയിലെ കളരിയിൽ നിന്നും രാമൻഗഡ് തങ്ങുന്നാണ് ആദ്യം ദൂതനെ അയച്ചത്. തൻ്റെ ശിഷ്യൻ അയ്യപ്പനെ കളരിയിൽ ചേർക്കണമെന്നും പൂഴിയംഗം പഠിപ്പിക്കണമെന്നും. എന്നാൽ അച്ഛൻ ആ അപേക്ഷ നിരസിച്ചു. പിന്നെ വന്നത് കൊച്ചുകിടത്തയാണ്. കടത്തയാശാൻ അച്ഛനോട് പലതവണ പറഞ്ഞു നോക്കി. അതും ഫലിച്ചില്ല. അന്ന് അച്ഛനോട് ദേഷ്യമാണ് തോന്നിയതെന്ന് പൂങ്കുടി ഓർത്തു. വിദ്യ നിഷേധിക്കുന്നതെന്തിന്? അറിവ് തേടി വരുന്നവരെ തിരിച്ചയക്കുന്നത് ശരിയാണോ? അക്കാര്യം പറഞ്ഞ് അച്ഛനോട് പലപ്പോഴും വഴക്കിടുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞ് ഒരു ശനിയാഴ്ച സന്ധ്യയ്ക്ക് കളരിയിലേക്ക് കരിങ്കറുപ്പ് നിറമുള്ള കുതിരപ്പുറത്ത് അവനെത്തി. കണ്ടൻ്റെ മകൻ അയ്യപ്പൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങി കളരിത്തൊടിയിലെ മണ്ണ് തൊട്ട് നെറുകയിൽ വെച്ചു. ആദ്യ നോട്ടത്തിൽ തന്നെ അവന് ഇഷ്ടമായി. അവൻ്റെ തലയെടുപ്പ്, ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖം, വിരിഞ്ഞ നെഞ്ച്, കടലിരമ്പുന്ന കണ്ണുകൾ. ചീരപ്പൻചിറ പണിക്കർ അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ അയാളുടെ കാൽ തൊട്ട് വണങ്ങി. മാറ്റി നിർത്തി എന്തോ സംസാരിച്ചു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു. അത്ഭുതം തോന്നി. പിറ്റേന്ന് മുതൽ അവൻ കളരിയിൽ ചുവടുവെച്ചു. ചീരപ്പൻചിറ കളരിയിലെ വിശേഷപ്പെട്ട പൂഴിയംഗം വളരെ വേഗത്തിൽ അവൻ അഭ്യസിച്ചു. 3 മുഖമുള്ള കൂർത്ത വാളുപയോഗിച്ചുള്ള അവൻ്റെ അംഗം എവരെയും അത്ഭുതപ്പെടുത്തി. എന്നും വൈകുന്നേരം കുതിരപ്പുറത്തേറി കടപ്പുറത്തേക്ക് പോകുന്നത് കാണാം. ഏറെ നേരം അവിടെ ഇരിക്കും, ധ്യാനിക്കും. അർത്തുങ്കലിലെ അരയന്മാരും അവരുടെ തലവൻ വെളുത്തയുമൊക്കെ അവൻ്റെ ചങ്ങാതിമാരായത് എത്ര പെട്ടെന്നാണ്. ചിലപ്പോൾ അവരോടൊപ്പം വള്ളം തുഴഞ്ഞ് കടലിലേക്ക് പോകുന്നത് കാണാം. തന്നോടെന്നും അവൻ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. പൂങ്കുടി ഓർത്തു. അവനുമായി സംസാരിച്ചിരിക്കാൻ എത്ര രസമാണ്. എന്നാണെന്നറിയില്ല അവനോട് അനുരാഗം തോന്നിയത്. തൻ്റെ ഉള്ളിലെ കളരിയിൽ കാട്ടുചെമ്പകം മുട്ടിട്ടതും പൂത്തതും പൂവിരിഞ്ഞതും പൂമണം പരന്നതുമൊക്കെ എത്ര വേഗത്തിൽ. ഒരിക്കൽ കടപ്പുറത്തേക്കുള്ള യാത്രയിൽ തന്നോടും ചെല്ലാൻ ആവശ്യപ്പെട്ടു. അവിടെ അവൻ്റെ അടുത്ത് ആ കൈകൾ തൊട്ടുകൊണ്ട് കടൽ കണ്ടു. അസ്തമയ സൂര്യനെ കണ്ടു. ആ അസ്തമയം പലതിൻ്റെയും ഉദയമായിരുന്നു. ആ ത്രിസന്ധിയിൽ അവനോടെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ അവൻ്റെ മറുപടി കേട്ടപ്പോൾ ഉള്ളിൽ തീ പിടിച്ചു. അവൻ സ്നേഹത്തോടെ ചുമലിൽ കൈവച്ചു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, നിൻ്റെ മനസ്സെനിക്ക് കാണാം, അതിൻ്റെ നൈർമല്യം അറിയാം. പക്ഷേ എനിക്ക് ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട്. പല നിയോഗങ്ങളുടെയും ആകെത്തുകയാണ് ഞാൻ. എല്ലാം ചെയ്തു തീർത്താൽ ഞാൻ മടങ്ങും എൻ്റെ ഉള്ളിലെ ഉൾവനത്തിലേക്ക്. ആ യാത്രയിൽ എനിക്ക് ബന്ധങ്ങളും ബന്ധനങ്ങളും ഒന്നും വേണ്ട. ആർക്കും ഞാൻ കാരണം മുറിപ്പെടാൻ പാടില്ല. നിനക്കെന്നെ മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇരുട്ട് കനക്കുന്നു, പുറത്തും അകത്തും. തൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് അവൻ കാണുന്നില്ല. ഭാഗ്യം. ഇരുട്ടിന് നന്ദി, അവൾ ഓർത്തു. എന്നാൽ അവൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ
കൈ കോർത്ത് പിടിച്ചു, നെറുകയിൽ തലോടി, പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ഒരു കാര്യം മാത്രം പറയാം. എല്ലാം അവസാനിപ്പിച്ചുള്ള ഒരു യാത്രയുണ്ടാകും. അന്ന് നീയും ഒപ്പം വരണം. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. അയ്യപ്പനിലാണ് പൂങ്കുടിയുടെ പൂർണ്ണത. അയ്യപ്പനില്ലെങ്കിൽ പൂങ്കുടിയില്ല. അവൻ തൻ്റെ നിയോഗം എന്താണെന്ന് വെളിപ്പെടുത്തിയതും അന്നാണ്. പെരുമ്പാറ്റയുടെ കഥയൊടുക്കൽ. അത് കേട്ടപ്പോഴേ ദേഹം പെരുത്തു. ഉള്ളിൽ കടലിരമ്പി. ചീരപ്പഞ്ചിറയിലെ കളരിയിൽ അവനെ പ്രവേശിപ്പിച്ചതിൻ്റെ രഹസ്യം അവൾക്ക് അന്നാണ് വെളിപ്പെട്ടത്. അവൾ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു. ഒപ്പമുണ്ടാകും, എന്നും എപ്പോഴും. ഉള്ളിലെ ശ്രീകോവിലിൽ അവൾ അവനെ പ്രതിഷ്ഠിച്ചു. ഇന്നിതാ സമയമായിരിക്കുന്നു. അവനിപ്പോൾ പന്തളം ദേശത്തെ പടത്തലവനാണ്, നാടിൻ്റെ നായകനാണ്. അവനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പൊരുതണം, ഈ നാടിനു വേണ്ടി, തൻ്റെ അയ്യപ്പന് വേണ്ടി. ഈ ജീവനും ജീവിതവും അവനുള്ളതാണ്, തൻ്റെ സ്വാമിക്ക്, അയ്യപ്പന്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം അന്തഃപുരത്തിൽ ആകെ മുറുമുറുപ്പായിരുന്നു. മഹാറാണി ഏറെ സങ്കടത്തോടെ ഇരിക്കുന്നു. സങ്കടമുണ്ടാവുക സ്വാഭാവികമാണ്. ഗുരുകുലത്തിൽ പഠനത്തിനായി പോയ മകൻ ഇന്നെത്തും, മന്നൻ രാജമന്നൻ. അവനെ അടിയന്തരമായി കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. വിളിപ്പിച്ചത് ആരാണെന്ന് കേട്ടപ്പോഴാണ് ദേഷ്യം ഇരട്ടിച്ചത്. അയ്യപ്പൻ. തൻ്റെ കുഞ്ഞിനെ ഗുരുകുലത്തിൽ നിന്നും വിളിപ്പിക്കാൻ അവനാരാണ്? ഓ, അത് മറന്നു. പന്തളം തമ്പുരാൻ്റെ ദത്തുപുത്രൻ. തമ്പുരാൻ ഇപ്പോൾ എല്ലാത്തിനോടും ഒരുതരം വിരക്തിയാണ്. ഒന്നും പറഞ്ഞാൽ ചെവി കൊള്ളില്ല. ഏതു നേരവും പൂജയും പ്രാർത്ഥനയും. അയ്യപ്പനോടാണെങ്കിൽ അതിരി കവിഞ്ഞ വിധേയത്വവും. അവനെന്തോ കൈവശം കൊടുത്തതുപോലെയാണ് പെരുമാറ്റം. റാണിയുടെ ചിന്തകൾ കടിഞ്ഞാണ് പൊട്ടിച്ചോടി. ഈ സമയം അയ്യപ്പൻ അന്തഃപുരത്തെത്തി. മഹാറാണിയെ കാണാൻ അനുവാദം ചോദിച്ചു. സേവകർ റാണിയോട് കാര്യമുണർത്തിച്ചപ്പോൾ അവർക്ക് ദേഷ്യം അണപൊട്ടി. എന്തിനാണ് നമ്മെ കാണുന്നത്? അവൻ്റെ ഭരണമൊക്കെ പടയാളികളോട് മതി. ഈർഷ്യയും കോപവും ഉള്ളിലൊതുക്കി അവർ പുറത്തിറങ്ങി. അയ്യപ്പൻ റാണിയെ വണങ്ങി. എന്താ അയ്യപ്പ, പന്തളം സർവ്വസൈന്യാധിപൻ ഇവിടെ എന്താ വിശേഷിച്ച്? അമ്മ മഹാറാണിയോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ഇവിടുത്തെ അനുമതിക്ക് കാക്കാതെ പന്തളം രാജകുമാരനെ വിളിപ്പിക്കേണ്ടി വന്നു. അതിൽ ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെ കാര്യം കൂടി പറയാം. പല ദേശങ്ങളിൽ നിന്നായി വലിയൊരു സംഘം പടയാളികൾ എത്തിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ പേരെത്തുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അവരെല്ലാം പന്തളത്തിനു വേണ്ടി വാളെടുത്തവരാണ്. നമ്മുടെ ദേശത്തെ രക്ഷിക്കാനായി എത്തുന്നവർ. അവർക്ക് പന്തളത്തിൻ്റെ അനന്തരാവകാശിയെ കാണാൻ ആഗ്രഹമുണ്ടാകും. പന്തളം ദേശം അനാഥമല്ലെന്ന് അവർ അറിയണം. റാണി അത്ഭുതത്തോടെ അവനെ നോക്കി. മറ്റൊരു കാര്യം കൂടി. പന്തളത്തെ ഇളയ തമ്പുരാന് ലോകത്തെ ഒരു ഗുരുകുലത്തിൽ നിന്നും കിട്ടാത്ത പഠനമാണ് ഇനി ഇവിടെ കിട്ടാൻ പോകുന്നത്. മിടുക്കന്മാരും ആയോധനകലയിൽ മഹാന്മാരുമായ ഗുരുനാഥന്മാരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്താൻ പോകുന്നത്. അതിനാൽ പന്തളത്തിൻ്റെ കിരീടാവകാശി ഇവിടെ വേണമെന്ന് തോന്നി. ചെയ്തതിൽ അപാകതയുണ്ടെങ്കിൽ പുറത്താലും. റാണിക്ക് ആകെ ഒരു തളർച്ചയാണ് തോന്നിയത്. പിന്നെ ആശ്വാസവും. തൻ്റെ മകന് അയ്യപ്പൻ ഒരു വെല്ലുവിളിയാവില്ല. എങ്കിലും അവൻ പുറത്തേക്കിറങ്ങി. ഒരു നിമിഷം എന്തോ ആലോചിച്ച് തിരിഞ്ഞു നോക്കി. അമ്മ മഹാറാണി, എല്ലാ പടയാളികളും അണിനിരക്കുമ്പോൾ അവരോട് സംസാരിക്കാൻ അവിടുന്ന് മുന്നിലുണ്ടാവണം. അവർ വെറും കൂലിപ്പടയാളികളല്ല, ഈ ദേശത്തിൻ്റെ മാനം കാക്കേണ്ടവരാണ്. അവർക്ക് അച്ഛൻ്റെ പിന്തുണയും അമ്മയുടെ കരുതലും ആവശ്യമാണ്. രാജാവ് ജനങ്ങൾക്ക് മുകളിലല്ല, ജനങ്ങളോടൊപ്പം നിലകൊള്ളണം. എൻ്റെ അച്ഛൻ മലയരയന്മാരുടെ തലവൻ കണ്ടൻ പഠിപ്പിച്ചതാണ്. റാണിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ അയ്യപ്പൻ നടന്നു പോകുന്നത് നോക്കി നിന്നു. അയ്യപ്പൻ തമ്പുരാനെ മുഖം കാണിച്ചു. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. അയ്യപ്പൻ്റെ കൈ പിടിച്ച് തൻ്റെ മകൻ. തമ്പുരാന് ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല. ആഹാ, മോൻ കോവിലത്തെത്തിയിട്ട് ഇപ്പോഴാണോ കാണാൻ വരുന്നത്? പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോൾ അച്ഛനെ മറന്നോ? അദ്ദേഹം അവനെ ചുംബിച്ചു. അച്ഛാ, ഈ ജ്യേഷ്ഠൻ എനിക്ക് കുറേ കാര്യങ്ങൾ കാട്ടിത്തന്നു. ഉറുമി വീശുന്നത്, പരിച ചുഴറ്റിയെറിയുന്നത്, ചുരിക എറിഞ്ഞു കൊള്ളിക്കുന്നത്, ലക്ഷ്യം നോക്കി അമ്പയക്കുന്നത്. ഭേഷ്. തമ്പുരാൻ അയ്യപ്പനെ അഭിനന്ദിച്ചു. ഇനി എന്താണ് നമ്മുടെ പദ്ധതി? നേരെ ഇരുട്ട് മുന്നേ പടയാളികളെ കാണണം. ഒരുപാട് പേർ എത്തുമ്പോൾ അവരെ താങ്ങാൻ പന്തളത്തിന് കഴിയില്ല. അത്രയേറെ പേരുണ്ടാകും. അവർക്കാവശ്യമായ ഭക്ഷണത്തിനുള്ള തുക നാം കണ്ടെത്തേണ്ടി വരും. നാട്ടുകാർ അവരെ കൊണ്ടാകും പോലെ സഹായിക്കുന്നുമുണ്ട്. പടയാളികളെ കാണാൻ അങ്ങ് വരുന്നുണ്ടോ? ഇല്ല, മോൻ തന്നെ കണ്ടാൽ മതി. മുഴുവൻ സംഘവും എത്തിക്കഴിഞ്ഞാൽ നാം കാണാം. പിന്നെ എല്ലാ സംഘത്തെയും പന്തളത്തേക്ക് വരുത്തുന്നതിന് പകരം അടുത്തുള്ള ഗ്രാമങ്ങളിൽ താവളം അടുപ്പിച്ച് പാർപ്പിക്കണം. അത് ശരിയാണ്.
എരുമേലി, ചെങ്ങന്നൂർ അങ്ങനെ പല ദേശങ്ങളിൽ താവളം തീർക്കാം. അയ്യപ്പൻ തമ്പുരാനെ അഭിവാദ്യം ചെയ്ത് പുറത്തിറങ്ങി. പടയാളികളുടെ അടുത്തേക്ക് നെഞ്ചു വിരിച്ച് തല ഉയർത്തി അയ്യപ്പൻ വന്നു. അരയിൽ നീളൻ ചുരിക, കയ്യിൽ പന്തളം സർവ്വസൈന്യാധിപൻ്റെ അധികാര ചിഹ്നം കൊത്തിയ വാൾ. അവൻ്റെ കൂടെ രാജമനനും. പൂങ്കുടിയെ അവൻ കൂട്ടത്തിൽ ശ്രദ്ധിച്ചു. മുന്നിലേക്ക് വിളിപ്പിച്ചു. അവിടെ തൻ്റെ ഒപ്പം നിൽക്കാൻ പറഞ്ഞു. അവരുടെ മനസ്സ് നിറഞ്ഞു. പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഇതൊരൊത്തുകൂടലാണ്. വിവിധ ദേശങ്ങളിൽ നിന്നും വന്നവർ, എന്നാൽ ഒരേ വിഷമതകൾ അനുഭവിക്കുന്നവർ. അന്യനാട്ടിൽ നിന്നും വന്ന പെരുമ്പാറ്റകൾ നമ്മുടെ നാടിനെ കാർന്നു തിന്നുകയാണ്. അമ്പൊഴിയാത്ത ആവനാഴി പോലെയാണ് അവരുടെ സൈന്യം. അതിനോടാണ് നാം പിടിച്ചു നിൽക്കേണ്ടത്. പക്ഷേ ഉറപ്പാണ്, നമ്മൾ ജയിക്കും. ആദ്യമായി പറയാനുള്ളത്, ഇന്നു മുതൽ ആരും മദ്യം കഴിക്കാൻ പാടില്ല, ഒരു ലഹരിയും ഉപയോഗിക്കരുത്. അയ്യപ്പൻ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ വാക്കുകൾ സൈനികരിൽ ആവേശമുണർത്തി. ഇത് ജയിക്കാൻ വേണ്ടിയുള്ള യുദ്ധമാണെന്ന് അവർക്ക് ബോധ്യമായി. തിരികെ കോവിലകത്തേക്ക് അയ്യപ്പനും മന്നനും മടങ്ങുമ്പോൾ അവിടെ കുറച്ചു പേർ നിൽപ്പുണ്ട്. ആരാ? എവിടുന്നാ? തമ്പുരാനെ, എല്ലാം കൈമോശം വന്നു. വർഷങ്ങൾ കൊണ്ട് നേടിയ സമ്പാദ്യമെല്ലാം കൊള്ളക്കാർ കൊണ്ടുപോയി. അടിയൻ്റെ 4 വണ്ടി കുരുമുളകാണ് കവർ ചെയ്യപ്പെട്ടത്. കാവൽക്കാരെ കൊലപ്പെടുത്തി. വേറൊരാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇളയ തമ്പുരാനെ, ഇത് ചെയ്തത് പെരുമ്പാറ്റയല്ല, മറ്റാരോ ആണ്. അയ്യപ്പൻ അത്ഭുതപ്പെട്ടു. കൊള്ളക്കാരെല്ലാം തലക്കെട്ടുള്ളവരായിരുന്നു, 4-ാം വേദക്കാർ. അയ്യപ്പൻ്റെ ഉള്ളിൽ 1000 വെള്ളിടി വെട്ടി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. പച്ചത്തലപ്പാവുകാരൻ. എല്ലാവരും സമാധാനത്തോടെ പൊക്കോളും, വേണ്ടത് ചെയ്യാം. നഷ്ടപരിഹാരം വാങ്ങിയിട്ട് പോയാൽ മതി. കാര്യക്കാർ വേണ്ടത് ചെയ്യും. അല്പം മാറി നിന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്ന കുഞ്ചുക്കുറുപ്പ് ഇടപെട്ടു. കുഞ്ഞെ, ഇതിൽ നാം ഇടപെടാതെ ഇരിക്കുന്നതല്ലേ നല്ലത്? ഈ കച്ചവടക്കാരൊന്നും തന്നെ പന്തളത്തുകാരല്ലല്ലോ. ചരക്ക് മുതൽ പന്തളത്ത് കൂടി പോകുന്നു എന്നല്ലേ ഉള്ളൂ. അർത്തുങ്കൽ തീരത്ത് കയറ്റുമതിക്കായി പോകുന്നതാണ്. അവിടെ ഇറക്കുമതി ചെയ്യുന്ന ചരക്ക് കുട്ടിക്കാനം വഴി തമിഴകത്തേക്ക് പോകുന്നു. ഇതിൽ പന്തളത്തിന് ആകെ കിട്ടുന്നത് ചുങ്കം മാത്രമാണ്. കുറുപ്പമ്മാവൻ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. ചുങ്കം പിരിച്ചതുകൊണ്ട് മാത്രമായില്ല. സുരക്ഷിതരായി നമ്മുടെ ദേശത്തു കൂടി അവരെയും അവരുടെ വിഭവങ്ങളെയും കടത്തിവിടേണ്ട ചുമതലയും നമുക്കുള്ളത് തന്നെ. അതിനാൽ അവരുടെ നഷ്ടത്തിനുള്ള ഉത്തരവാദിത്വവും നമുക്ക് തന്നെ. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. കൂട്ടത്തിൽ പുതുതായി അവതരിച്ച ആ തലക്കെട്ടുകാരനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരവും എന്നെ അറിയിക്കൂ. അയ്യപ്പൻ നടന്നു. വലിയ അതൃപ്തിയോടെ കുഞ്ചുകുറുപ്പ് അവനെ നോക്കി നിന്നു.